friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട്ഫോൺ അല്ലെങ്കിൽ ബഡ്ജറ്റ് സ്മാർട്ട്ഫോണായ OnePlus Nord CE 5G വേരിയൻ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ OnePlus Nord CE 5G വേരിയൻറ്റിൻ്റെ ബോക്സ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കേണ്ടായി കമൻറ്റ് സെക്ഷനിൽ എന്താണ് OnePlus Nord CE അൺബോക്സ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അൺബോക്സിംഗ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് OnePlus Nord CE 5G വേരിയൻറ്റ്. അപ്പോൾ OnePlus Nordൻ്റെ കുറച്ചും കൂടി അഫോർഡബിൾ പ്രൈസ്ഡ് ഡിവൈസാണെന്ന് പറയാം. ഇതിനകത്ത് വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 750G ഒക്ടകോർ പ്രോസസ്സറാണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന OnePlusൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്സിജൻ OS, അതേപോലെ തന്നെ ഇതിനകത്ത് കിട്ടുന്ന 30 watt വാപ്പ് ചാർജിങ് ആണ്, എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ OnePlus Nord CE 5G വേരിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലോസറായിട്ട് കാണാം. അപ്പോൾ ഇത് ആക്ച്വലി റീറ്റെയിൽ ബോക്സ് അല്ല കേട്ടോ, ഇത് ഒരു റിവ്യൂവേഴ്സ് ബോക്സ് ആണ്. ഇത് ആക്ച്വലി റീറ്റെയിൽ ബോക്സ് അല്ല. റീറ്റെയിൽ ബോക്സ് ഇങ്ങനെ ആയിരിക്കില്ല, റെഗുലർ OnePlusൻ്റെ ബോക്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്വിക്കലി തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതേപോലെ തന്നെ ഡിവൈസിനെ കുറിച്ചും കൂടി നമുക്കൊന്ന് പറയാം, ക്വിക്കായിട്ട് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് എന്താണെന്നുള്ളത് കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ OnePlus Nord CE എന്ന് പറഞ്ഞത് OnePlusൻ്റെ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിളായ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ആ ബോക്സിനകത്ത് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആക്ച്വൽ ഡിവൈസ്, അപ്പോൾ ഇതാണ് OnePlus Nord CE, ആക്ച്വൽ OnePlus Nord CE. പിന്നെ അതേപോലെ തന്നെ ഒരു കേസും കൂടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു പേർപ്പിൾ കളർ കേസും കൂടെ ഇതിനകത്ത് ബണ്ടിൽഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കിട്ടിയതിന് ഇത് റിവ്യൂവേഴ്സ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ OnePlus Nordൻ്റെ ക്വിക്കായ ഒരു അൺബോക്സിങ് ചെയ്യാം, കുറച്ച് ക്യാമറ സാമ്പിൾസും കാണിക്കാം, പിന്നെ UIയും ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് നോർഡിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ OnePlus എഴുതിയാണ്. പ്രത്യേകിച്ച് ഇവിടെ Nord CE 5G എന്നുള്ള സൈഡിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇപ്പുറത്തെ എഴുതിയിട്ടില്ല. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഹെഡ്സ് ആറ് 1.19, ബോഡീസ് ആറ് 1.06 ആണ്. 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലൂ വൈഡ് എന്ന് പറഞ്ഞ കളറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേയിഷ് ബ്ലാക്കും ഉണ്ട്, അതേപോലെ തന്നെ ഒരു സിൽവർ കളറും ഉണ്ട്. അങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമ്മുടെ 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ OnePlus Nord CE 5G എന്ന് കാണാം. അപ്പോൾ ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് OnePlus Nord CE 5G ആണ്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. എല്ലാ OnePlus സ്മാർട്ട് ഫോണിനും പോലെ തന്നെ ഇവിടെയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്കിത് ഒന്ന് തുറന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിൽ വരുന്ന കൂടി നോക്കാം. ഇപ്പോൾ ബോക്സിനകത്ത് പിന്നെ വരുന്നത് നമുക്കിവിടെ കാണാം ഒരു കേസാണ്, ഒരു TPU കേസ്. പക്ഷേ ഈ ഒരു സ്റ്റാൻഡേർഡ് TPU കേസ് അല്ല, അതിനകത്ത് കുറച്ചൊരു പാറ്റേൺ ഒക്കെ ഉണ്ട്. ആക്ച്വലി കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്. ആക്ച്വലി ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോട്ട് കൂടി കാണാം. അപ്പോൾ ഇതാണ് കേസ് വരുന്നത്. സ്റ്റാൻഡേർഡ് TPU കേസാണ്, പക്ഷേ ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ നമുക്കിവിടെ സിം ഇജക്റ്റ് പിന്നും ഇതിൻ്റെ കൂടെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും മാനുവലും വാറൻറ്റി എല്ലാം തന്നെ ഉണ്ട്. റെഡ് കേബിൾ ക്ലബിലുള്ള ഇൻവൈറ്റും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു സ്റ്റിക്കേഴ്സൊക്കെ കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 30 watt ചാർജറാണ്. ഇതൊരു വാപ്പ് 30 ചാർജറാണ്. നമുക്ക് കാണാം 5 volt 6 ആംപിയർ 30 wattൻ്റെ വാപ്പ് ചാർജറാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്യണം. നമ്മൾ ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് നോർഡിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ ലേ ഔട്ട് ഒക്കെ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്കിവിടെ ഒരു മാറ്റ് ഫിനിഷ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. സൈഡിലേക്ക് ഒരു ഡാർക്ക് ബ്ലൂയിഷ് കളറും കൂടി നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ വ്യത്യാസം കാണാം ഇവിടെ, കണ്ടില്ലേ. പിന്നെ 64 MP ഒംനിവിഷൻ സെൻസറാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 8 MP അൾട്രാ വൈഡും 2 MP മോണോ സെൻസറാണ്. ഇവിടെ പവർ ബട്ടൺ കാണാം. ലെഫ്റ്റ് സൈഡിൽ വോളിയം കീസും ഒരു സിം ട്രെയും കാണാം. പിന്നെ താഴത്ത് നമുക്ക് USB Type-C പോർട്ട് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. സ്പീക്കർ യൂണിറ്റും കാണാം. മോൾ ഭാഗത്ത് ഇവിടെ നമുക്ക് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ 16 MP കൊടുത്തിരിക്കുന്നത്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 750G ഒക്ടകോർ പ്രോസസ്സറാണ്. Android 11 വേർഷനാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓക്സിജൻ OSും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കലി ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് OnePlus Nord CE 5G വേരിയൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്, പക്ഷേ 90 Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വിക്കായിട്ടൊന്ന് സെറ്റിംഗ്സ് പാനലിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും.
അപ്പോൾ കണ്ടില്ലേ 90 ഹെർട്സ് ആണ് വെച്ചിരിക്കുന്നത്, 60 ഹെർട്സ് അവൈലബിൾ ആണ്. ഇതാണ് റിഫ്രഷ് റേറ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ സ്ക്രീൻ കാലിബ്രേഷൻ ഓപ്ഷൻസ് ഉണ്ട്, വിവിഡ്, നാച്ചുറൽ, അഡ്വാൻസ് അങ്ങനെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതാണ് UI. പിന്നെ നമുക്ക് റെഗുലർ കാണുന്ന OnePlusൻ്റെ UI തന്നെയാണ്. ഇവിടെ കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. OnePlus Nord CE 750G ആണ്, 12GB of RAM, 256GB of സ്റ്റോറേജ്, ട്രിപ്പിൾ ക്യാമറയാണ്, 64 MP. ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഓക്സിജൻ OS 11.0.1 ആണ്, ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. പിന്നെ നമുക്ക് OnePlusൻ്റെ UIയിൽ കിട്ടുന്ന ജസ്റ്റേഴ്സ്, നാവിഗേഷൻ ജസ്റ്റേഴ്സ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്, കസ്റ്റമൈസേഷൻ ഉണ്ട്, തീം സപ്പോർട്ട്, ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് OnePlus Nord CE 5Gൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആസ്പെക്ട്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് 64 MP ക്യാമറ, വീഡിയോ റെക്കോർഡിംഗ് 4K at 30 FPS സപ്പോർട്ടഡ് ആണ്, 1080p at 30 and 60 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ സ്ലോ മോഷൻ, പാനറോമ, ടൈം ലാപ്സ്, നൈറ്റ് മോഡ്, നൈറ്റ് സ്കേപ്പ്, പ്രോ മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ടൊരു ഫോട്ടോ ഒന്ന് എടുത്തേക്കാം. അപ്പോൾ ഡീറ്റെയിൽ നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ക്യാമറ സാമ്പിൾ. കുഴപ്പമില്ലാത്ത ഒരു ക്യാമറയാണ്. പിന്നെ OnePlusൻ്റെ ക്യാമറ പൊതുവേ അത്രയ്ക്കൊരു മികച്ചതാവാറില്ല. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം നല്ലതാണ്. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് OnePlus Nord CE 5G വേരിയൻ്റിനടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഡീറ്റെയിൽഡായി ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ പറയാം. പക്ഷേ അത്രയ്ക്കൊരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കോമ്പറ്റീഷനായിട്ട് നമ്മൾ കമ്പയർ ഒക്കെ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം മികച്ചതാണെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കുറച്ച് ക്യാമറ സാമ്പിൾസ് OnePlus Nord CE എന്നെടുത്തത്. ഇനി ഇതിനകത്ത് വരുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 30 watt വാപ്പ് ചാർജിങ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചാർജിങ് ടൈമും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ 4500 mAh കപ്പാസിറ്റി ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 day ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതിൽ കൂടുതൽ നിൽക്കും എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CEൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ OnePlus Nord CEനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിയുന്നതും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ OnePlus Nord CE ഓൾറെഡി അവൈലബിൾ ആണ്. 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. 6GB of RAM, അത് ആക്ച്വലി സെയിലില്ല, അത് 23,000 ആണ്. പിന്നെ 8GB of RAM 25,000ഉം 12GB of RAM ഓൾമോസ്റ്റ് 28,000, അതായത് 27,999 ആണ് വില. അപ്പോൾ ഇങ്ങനെ 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇപ്പോൾ സെയിൽ വരുന്നത് 25,000ൻ്റെ ഡിവൈസും അതേപോലെ 28,000ൻ്റെ വേരിയൻറ്റുമാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.